ഓക്കെ. ഹായ് ഫ്രണ്ട്സ്, ഇതിപ്പോൾ സോണിയുടെ ഒരു സബ് വൂഫറും സ്പീക്കറുമാണ്, ഒരു 5.1. ഇത് ജപ്പാനിൽ നിന്ന് നേരിട്ട് മേടിച്ചു കൊണ്ടുവന്ന സാധനം. ജപ്പാനിൽ നിന്ന് വന്ന ഇദ്ദേഹമാണ് സാറിൻ്റെ. സാറ് എങ്ങനെ പേര്? എങ്ങനെ? ജേക്കബ്. സാർ എവിടെയാണ്? റാന്നിയോ? ഇതാരാ? മോളെ പേരെന്നാ മോളെ? സുസാൻ. സൂസൻ അല്ല, സുസാൻ. ഓക്കെ, അടികൾ പേരാണല്ലോ. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഇത് എത്ര വർഷമായിട്ട് സാറ് കേടായിട്ട് വെച്ചിരിക്കുക? 12 വർഷമായി. 12 വെറുതെ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു സാധനം. സാറിൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നു. ഓക്കെ. ഇപ്പോൾ സാറ് കേട്ടിട്ട് എന്നാ തോന്നുന്നു സാറിന്? നല്ല ഹാപ്പിയല്ലേ? കാരണം സാറ് മുടക്കുന്ന പൈസയ്ക്കുള്ള ബെനിഫിറ്റ് ഉണ്ട്. ഉപയോഗിക്കാൻ കിടന്ന് വേസ്റ്റ് കിടന്ന സാധനം ഇത്രയും നല്ലൊരു ജപ്പാനിൽ ഉണ്ടാക്കിയ സോണിയുടെ ഒരു സ്പീക്കർ നമുക്കിപ്പോൾ വളരെ ഗുണമുള്ള ഒരു സാധനമാക്കി മാറുകയാണ് നമ്മുടെ ഈ ആംപ്ലിഫയർ കാരണം. അല്ലെങ്കിൽ ഒരിക്കലും ആകില്ല. അത് ഈ 3500 രൂപ 4000 റേഞ്ചിൽ ഈ സാധനം ആവശ്യമുള്ളൂ. ഏറ്റവും അതിൽ കൂടുതൽ ഒരു പൈസയും മുടക്കണ്ട. ഇപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർക്കും എതിർപ്പ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ചെറിയ പൈസയ്ക്കാണ് ഈ എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നത്. നമ്മളൊരു ആംപ്ലിഫയർ ഉണ്ടാക്കി അസംബ്ലി കയറും 20,000 രൂപ 30,000 രൂപയൊക്കെ മുടക്കിയാണ് എല്ലാവരും ചെയ്യുന്നത്. ഇതിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ആരുടെയും ബിസിനസ് കളയാനോ അങ്ങനെയുള്ള ഒരു കാര്യമല്ല ഞാൻ മതി. നല്ലൊരു സാധനം കിട്ടിയപ്പോൾ ഇത് സകല വീട്ടിലും ഓരോന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനിതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് തന്നെ 8 ലക്ഷം പേര് കണ്ടു അതിൻ്റെ വീഡിയോ. മനസ്സിലായില്ല? അപ്പോൾ അത്രയും ആൾക്കാർ ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെന്നും അതിനെനിക്ക് വന്ന റവന്യൂ തന്നെ ഭയങ്കരം ഞാൻ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഈ സാധനം പറഞ്ഞത്. അപ്പം സാറ് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കേട്ടത് സന്തോഷം. പിന്നെ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്പീക്കർ എന്ന് പറഞ്ഞാൽ 2.7 ohms ഉള്ളൂ. യാതൊരു വിധത്തിലും ഒരു ആമ്പിളയും കൊടുക്കാൻ പറ്റാത്ത സാധനത്തിന് ഞങ്ങൾ 2.7 സീരീസ് ചെയ്ത് അതിൻ്റെ ഇരട്ടിയാക്കി മാറ്റിയാണ് നമ്മളിപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 4 സ്പീക്കർ കൊടുത്തു. പിന്നെ അതുകൂടാതെ നമ്മൾ സബ് വൂഫർ കൊടുത്തു. സാർ ഇവിടെ നോക്കിയോ, ഇത് സബ് വൂഫറിൻ്റെ ലൈന്. ഇല്ല, നീല വരെയുള്ളത് പോസിറ്റീവ്, വരയില്ലാത്ത നെഗറ്റീവ്. ഇത് സ്പീക്കറിൻ്റെ ലൈന്, അത് നീല വരെയുള്ള പോസിറ്റീവ്, ലെഫ്റ്റ് ചാനൽ, റൈറ്റ് ചാനൽ. ഇതിനെ ഞാൻ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. 2 വയറേ പുറത്ത് വരുള്ളൂ. 2, 2, 2. ഇത് നേരെ കണക്ട് ചെയ്യുക. ഞാൻ അതിൻ്റെ ഓഡിയോയും കൂടെ നമ്മൾ സാർ ഇപ്പോൾ കേട്ടതാണല്ലോ. നമുക്കൊരു ജേക്കബ് തോമസ്.